പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് സ്വാർത്ഥതയും വ്യക്തി കേന്ദ്രീകൃത ആത്മീയതയും, സെൽഫിഷ്നെസ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ് സ്പിരിച്വാലിറ്റി. വിശുദ്ധ ബൈബിളിൽ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 24-ാം വചനം ഇങ്ങനെ പറയുന്നു: ഓരോരുത്തൻ സ്വന്തം നന്മയല്ല മറ്റുള്ളവൻ്റെ നന്മ അന്വേഷിക്കട്ടെ. ലെറ്റ് ഈച്ച് വൺ സീക്ക് നോട്ട് ഹിസ് ഓൺ ഗുഡ് ബട്ട് ദ ഗുഡ് ഓഫ് അതേഴ്സ്. എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ സ്വകാര്യത, ഇതിനപ്പുറത്തേക്ക് ക്രിസ്തീയ സ്നേഹം വളരുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. സഭയിൽ കടന്നുകൂടിയ സ്വാർത്ഥതയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ. എനിക്ക് ദൈവവുമായി ബന്ധമുണ്ട്, എനിക്ക് സഭയോ കൂട്ടായ്മയോ സഹോദരങ്ങളോ ആവശ്യമില്ല എന്ന ചിന്ത ആധുനിക ലൗകികതയുടെ പ്രതിഫലനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഓരോരുത്തൻ സ്വന്തം നന്മയല്ല മറ്റുള്ളവൻ്റെ നന്മ അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ കേവലം എൻ്റെ നന്മകൾ മാത്രം നോക്കുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, തീക്കനലുകൾ ഒന്നിച്ചിരിക്കുമ്പോൾ വലിയ തീജ്വാലയായി കത്തും. എന്നാൽ ഒരു കനൽ മാത്രം വേർപെടുത്തി മാറ്റിവെച്ചാൽ അത് വേഗത്തിൽ തണുത്തു ചാരമായി മാറും. അതുപോലെയാണ് കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ക്രിസ്തീയ ജീവിതം. പ്രിയരെ, നാം മനസ്സിലാക്കിയ യഥാർത്ഥ ആത്മീയത സ്വയം കേന്ദ്രീകൃതമല്ല, അത് സഹോദരങ്ങളിലേക്ക് ഒഴുകുന്ന സ്നേഹമാണ്. സഭയിൽ അടുത്തു വന്നിരിക്കുന്നവന്റെ പ്രയാസങ്ങൾ കാണാൻ കണ്ണില്ലാത്ത പ്രാർത്ഥനകൾ ദൈവത്തിന് പ്രസാദമല്ല. Let's make a decision today to abandon selfishness, embrace our brothers and sisters in the church and extend a helping hand. സ്വാർത്ഥത വെടിഞ്ഞ് സഭയിലെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ, സഹായഹസ്തം നീട്ടാൻ ഇന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുക: കർത്താവേ, എന്നെ മാത്രം നോക്കുന്ന സ്വാർത്ഥതയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരട്ടെ. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.